ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു മീൻകറി വെച്ചാലോ. ഇത് കണ്ണാടിപ്പാര എന്നാണ് പറയുന്നത്. ഇത് എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡിസ്ക് പോലെ ഇരിക്കുന്ന കണ്ണാടി പോലെ തിളങ്ങും, അതാണ് ഈ മീനിൻ്റെ ഇതിന് പേര് വരാൻ കാരണം. കണ്ണാടി പോലെ ഡിസ്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കണ്ണാടിപ്പാര. ഇത് ഇന്നലെ അങ്ങനെ മുളക് കറി എന്തോ പറയുന്നത്, മുളകിട്ട കറി വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു, ബാലൻസ് ഉള്ളത്. അപ്പം ഈ കറിയാത്തവർക്ക് ഇതൊന്ന് കാണിക്കുകയും ചെയ്യാം. ഇതാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ കണ്ണാടിപ്പാര. ഞാനിങ്ങനെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് എന്തൊക്കെ ചേരുവകൾ ചേർക്കാമെന്ന് നോക്കാം. ഞാൻ അരച്ച് വെച്ചു. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തു. തേങ്ങ എടുക്കാത്ത ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ഉലുവാപ്പൊടി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 6 പച്ചമുളക് അരച്ചിട്ടുണ്ട്. എരിക്ക് വേണ്ടി ഞാൻ എപ്പോഴും പച്ചക്കറി വെക്കുമ്പം പച്ചമുളകാണ് എരിക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ വാളംപുളി പിഴിഞ്ഞ് ചേർത്ത് ഉപ്പും ചേർത്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, അത് കൂടാതെ പച്ചമുളക് ഞാൻ 6-7 എണ്ണം, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ. ഇനി എല്ലാം റെഡിയായി, ഇനി നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ മൺചട്ടി അടുപ്പിൽ വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് ഞാൻ കുറച്ച് ഉലുവയും പിന്നെ നമ്മുടെ കടുക് കൂടിയിട്ട് പൊട്ടി. പിന്നെ നമുക്ക് ഇടേണ്ടത് കറിവേപ്പില കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടും. ഇഞ്ചി ഇട്ട് നീളത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇടാം, പച്ചമുളക്. നല്ലൊരു മണം വരും ഇതിനകത്ത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു മണം വരുമ്പോൾ ഒരുവിധമൊക്കെ മൂത്ത് വരുന്നു. അപ്പം നമുക്കിനി ചെറിയ ഉള്ളി, കടുക് പൊട്ടിക്കുന്ന ലാസ്റ്റിലായാലും മതി, ഞാനങ്ങ് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റിൽ കടുക് പൊട്ടിച്ച് നമുക്ക് വറ്റൽമുളകൊക്കെ ചേർത്ത് ഇടാം. ചിലർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അല്ലാതെ കടുക് പൊട്ടിക്കാം. നല്ലോണം മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടി കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ആദ്യം ഇടുമ്പോൾ നമുക്ക് പൊട്ടിത്തരും. അതുകൊണ്ട് നമ്മൾ പച്ചമുളക്, ഇത് ഒത്തിരി വാടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഴട്ടെ. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത്. നമ്മൾ മുളക് പൊടി വാരി കഴിക്കുന്നതിനേക്കാളും നല്ലത് പച്ചമുളക് ഇട്ട്. ഞാൻ ഈ കണ്ണാടിപ്പാര വെക്കാൻ കാരണം എല്ലാവർക്കും ഒന്നും ഈ മീൻ ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, ഡിസ്ക് പോലെ ഇരിക്കും, നല്ല കണ്ണാടി പോലെ തിളങ്ങും, നല്ല ഫ്ലഷും ഉണ്ട്, നല്ലതായിട്ട് കഴിക്കാനുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതൊന്ന് മൂത്ത് വന്നു. ഇനി നമുക്കെന്താ ചെയ്യാറിയോ, നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, ഈ ഉള്ളിയൊക്കെ ഇനി വേവാൻ അധികം സമയമില്ല. നമുക്ക് അരപ്പ് തിളയ്ക്കുക, മീനിടുക, മീനൊന്ന് വേവാൻ അധികം സമയം 5 മിനിറ്റിനകത്ത് വേവും. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വെന്ത് കിട്ടിയാൽ തന്നെ നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഞാൻ വാളംപുളിയാണ് എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർക്കാം, മാങ്ങ ചേർക്കാം, ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഒരു തക്കാളി ഇടായിരുന്നല്ലേ, ഞാൻ ഒരു തക്കാളി അരിഞ്ഞോണ്ട് വരട്ടെ. ഞാൻ ഒരു തക്കാളി അരിഞ്ഞോണ്ട് വന്നു കേട്ടോ. അവിടെ കിടക്കട്ടെ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്ക് ഗ്രേവി ആവും. അപ്പോൾ ഇതുകൂടെ തക്കാളി ഒന്ന് വഴലട്ടെ, ഒരു 2 മിനിറ്റ് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ്, ഉള്ളിയെല്ലാം കുഴഞ്ഞ്, പച്ചമുളകെല്ലാം നല്ല സൂപ്പറായി. ഇനി നമുക്കെന്ത് ചെയ്തറിയോ, നമ്മുടെ അരപ്പില്ല, തേങ്ങ അരച്ച അരപ്പ്. ഇതിനകത്ത് പുളിയും ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സിയുടെ കഴുകിയ വെള്ളം അത് ആഡ് ചെയ്യണം, ഒന്ന് ഇളക്കട്ടെ. ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് ഇനി നമുക്ക് മിക്സിയുടെ കഴുകിയ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ കഴുകിയ വെള്ളം ആഡ് ചെയ്യും, ഇത്രയും മതി. ഇനി ഇത് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണം പറക്കിടാം. അപ്പോൾ നമുക്ക് ഉപ്പോ ഇരിയോ പുളിയോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിളച്ച് വന്ന് ഈ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ്, നമ്മുടെ പച്ചമുളകിൻ്റെയും
പുളിയും എല്ലാം നല്ല ഒരു സമ്മിശ്രമായ ടേസ്റ്റാണ്. ഗ്രേവി തന്നെ ടേസ്റ്റ് നല്ല ഒഴിച്ച് ചോറിന്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മീൻ പറക്കിടാം. ഇന്നലെ ചുമന്ന കറി എന്ന് എപ്പോഴും പറയുന്നു, മുളകിട്ട കറിയാണ് വെച്ചത്, അതും നല്ലതായിരുന്നു. തലക്കറി വെച്ചു ഇതിൻ്റെ, പിന്നെ ഇപ്പം ലാസ്റ്റ് പച്ചക്കറി. 3 കറിക്കുണ്ടായിരുന്നു. ഭയങ്കര മീൻ 1-2 ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത് തിളക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം തിളച്ച് വന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ഇത് സിമ്മിലാക്കിയിടാം, എന്നാലേ നല്ലപോലെ അത് കഷ്ണങ്ങൾ ഇത് പിടിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കണ്ണാടിപ്പാര കിട്ടുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ഇതുപോലെയൊക്കെ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചക്കറിയാണ് എനിക്ക് ചൂട് നല്ല ഇഷ്ടപ്പെട്ടത്. നമ്മൾ ആ ചുമന്ന കറി എന്ന് എപ്പോഴും പറയുന്നത്, മുളക് അരച്ചതിനേക്കാളും പച്ചക്കറി നല്ലതാണ് ഇഷ്ടപ്പെടും. പക്ഷേ നമ്മൾ പച്ചമുളക് നല്ലതുപോലെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ഇവിടെ കിടക്കട്ടെ കറിവേപ്പില. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ബ്ലെസ് യു ഓൾ.